സൂര്യന്റെ ദ സൺ പരമമായ പ്രകാശത്തിന് ശേഷം നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആത്മീയ യാത്രയുടെ അവസാന പടവുകളിൽ ഒന്നിലാണ്. 20-ാം നമ്പർ കാർഡായ ജഡ്ജ്മെന്റ്. പലരും ഇതിനെ തെറ്റായി വിധി തീർപ്പ് എന്ന് മാത്രം കണ്ട് ഭയപ്പെടാറുണ്ട്. എന്നാൽ ഒരു ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ ഇത് ആത്മാവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ റീസറക്ഷൻ, ആന്തരികമായ വലിയൊരു വിളിയുടെ ദ ഹയർ കോളിംഗ് കാർഡാണ്. പഴയ മനുഷ്യൻ പൂർണ്ണമായി മരിച്ച് പുതിയൊരു ദൈവിക ചൈതന്യത്തിലേക്ക് ആത്മാവ് ഉണരുന്ന നിമിഷമാണിത്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. ഗബ്രിയേൽ മാലാഖ, ഏഞ്ചൽ ഗബ്രിയേൽ. ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ വലിയ ചിറകുകളോടെ നിൽക്കുന്ന മാലാഖ പ്രപഞ്ചത്തിൻ്റെ ശബ്ദത്തെ, കോസ്മിക് വോയിസ് സൂചിപ്പിക്കുന്നു. മാലാഖ ഊതുന്ന കാഹളം, ട്രംപറ്റ്, ആത്മാവിനെ അജ്ഞതയുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള പ്രപഞ്ചത്തിൻ്റെ വിളിപ്പേടാണ്. കാഹളത്തിലെ കൊടി. കാഹളത്തിൽ തൂങ്ങിക്കിടക്കുന്ന വെള്ളക്കൊടിയിലെ ചുവന്ന കുരിശ്, ക്രോസ് ഓഫ് സെന്റ് ജോർജ്, ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള ലയനത്തെയും പുതിയൊരു തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. പെട്ടികളിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യർ. നഗ്നരായ പുരുഷനും സ്ത്രീയും കുട്ടികളും ശവപ്പെട്ടികളിൽ നിന്ന് കൈകൾ ഉയർത്തി എഴുന്നേൽക്കുന്നത് കാണാം. ഇവിടെ ശവപ്പെട്ടി എന്നത് മരണത്തെയല്ല, മറിച്ച് നമ്മുടെ പഴയ ചിന്താഗതികൾ, മുൻവിധികൾ, ഭൗതികമായ തടവറകൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. അവർ അതിൽ നിന്ന് പുറത്തു കടന്ന് ഉന്നതമായ സത്യത്തിലേക്ക് ഉണരുകയാണ്. മഞ്ഞ് മൂടിയ മലനിരകൾ. ദൂരെയുള്ള പർവ്വതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മാറ്റമില്ലാത്ത പരമമായ സത്യങ്ങളെയും ആത്മീയമായ ഔന്നത്യത്തെയും സൂചിപ്പിക്കുന്നു. അവ ഒഴിവാക്കാനാവാത്ത വിധി നിയമങ്ങളെയും കാണിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. നീല അഥവാ ചാരനിറം, ബ്ലൂ ഓർ ഗ്രേ. പശ്ചാത്തലത്തിലെയും മനുഷ്യരുടെ നിറം ഭൗതിക ലോകത്തോടുള്ള വൈരാഗ്യത്തെയും കഴിഞ്ഞകാല കർമ്മങ്ങളുടെ ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. സ്വർണ വെളിച്ചം അഥവാ മഞ്ഞ നിറം. മാലാഖയുടെ കാഹളത്തിലും വസ്ത്രത്തിലും കാണുന്ന മഞ്ഞ നിറം ഉന്നതമായ ബോധോദയത്തെയും വിവേകത്തെയും, വിസ്ഡം പ്രകാശിപ്പിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയം. ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് മാറാനോ നിങ്ങളുടെ യഥാർത്ഥ കഴിവ്, കോളിംഗ് തിരിച്ചറിയാനോ ഉള്ള സാധ്യത ഇത് കാണിക്കുന്നു. ഒരു പുനർമൂല്യനിർണയത്തിൻ്റെ ഇവാലുവേഷൻ ഘട്ടമാണിത്. ആത്മീയ തലം. ഇതിനെ ദ്വിജൻ, രണ്ടാം ജന്മം എന്ന് വിളിക്കാം. ഭൗതികമായ ആഗ്രഹങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മനുഷ്യൻ ആത്മീയമായ സത്യത്തിലേക്ക് പൂർണ്ണമായി ഉണരുന്നു. പ്രപഞ്ചത്തിൻ്റെ വിളി കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആത്മാവ് തയ്യാറാകുന്ന ഉദാത്തമായ അവസ്ഥ. 4. ഗുരുവിൻ്റെ ഉപദേശം. ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ജഡ്ജ്മെന്റ് നിനക്ക് നൽകുന്ന വലിയ പാഠം ആത്മവിചാരണയും ഉണർവും, അവേക്കനിങ് എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ഭൂതകാലത്തോട് വിട പറയുക. കഴിഞ്ഞ കാലത്ത് നീ ചെയ്ത തെറ്റുകളെ ഓർത്ത് ഇനി സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. അവയിൽ നിന്ന് പാഠം പഠിച്ചു കഴിഞ്ഞു. ആ ശവപ്പെട്ടികൾ അടച്ചു വയ്ക്കുക. മുന്നോട്ട് നോക്കുക. 2. ഉള്ളിലെ വിളി ശ്രദ്ധിക്കുക. പ്രപഞ്ചം നിന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. നിന്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, ലൈഫ് പർപ്പസ് എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. 3. ക്ഷമിക്കുക. നിന്നോട് തെറ്റ് ചെയ്തവരോട് പൂർണ്ണമായും ക്ഷമിക്കുക. അവരെ നിന്റെ മനസ്സിലെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നീ തന്നെയാണ് സ്വതന്ത്രനാകുന്നത്. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ചിത്രത്തിലെ മനുഷ്യർ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ശവപ്പെട്ടികൾ ഒഴുകുന്നത് വെള്ളത്തിലാണ്. ടാരറ്റിൽ ജലം എന്നത് വികാരങ്ങളുടെ പ്രതീകമാണ്. ഇതിനർത്ഥം എല്ലാ ലൗകിക വികാരങ്ങൾക്കും വേദനകൾക്കും മുകളിലായി ആത്മാവ് പ്രപഞ്ച സത്യത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്നാണ്.
കർമ്മങ്ങളുടെ കണക്കുകൾ തീർത്ത് ആത്മാവ് സ്വതന്ത്രമാകുന്ന നിമിഷം ഇതാണ്. ശിഷ്യ, ദ ഫൂൾ, 0 നമ്പർ കാർഡ് ആയി തുടങ്ങിയ നമ്മുടെ യാത്ര ഇപ്പോൾ അതിൻ്റെ പരമമായ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ്. മേജർ ആർക്കാനയിലെ 21ാമത്തെ അവസാന കാർഡായ പ്രപഞ്ചത്തിൻ്റെ നൃത്തമായ ദ വേൾഡ് കാർഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തുടരാം.